ഇതാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന അഴുക്ക് കണ്ട. കണ്ട അടിയിൽ ആണ്ടുണ്ട്. 100cc ബൈക്ക് ആണെങ്കിലും എല്ലാത്തിലും ഉണ്ടോ? cc ബൈക്ക് ആണെങ്കിലും ശരിക്കും ഒരു പായല് പോലത്തെ സാധനം അല്ലേ? What's happening people, this is Kochi and welcome back to another vlog. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ 790 ആയിട്ടാണ് ഇറങ്ങിയിരിക്കണേ. നമ്മുടെ 790ക്ക് നമ്മൾ പേരൊക്കെ ഇട്ടു കേട്ടോ. പേരൊക്കെ ഒരു വെറൈറ്റി പേരാണ്, വേടൻ എന്നാണ് പേര്. അർത്ഥമൊന്നും ചോദിച്ചാൽ എനിക്ക് വലുതായിട്ട് അറിയില്ല. കാട്ടിൽ കയറി വേട്ടയാടുന്ന ഒരാൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് എന്തായാലും എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നമ്മുടെ 790ക്ക് നമ്മൾ വേടൻ എന്നാണ് പേരിട്ടേക്കണേ. അപ്പോൾ ഇന്ന് ഞാൻ 790 ആയിട്ട് ഇറങ്ങിയേക്കണ ഒരു ചെറിയൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവോയർ ഉണ്ടാവും. അതിൻ്റെ അകത്ത് കുറച്ച് ഡെപ്പോസിറ്റ്സ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്രേക്ക് ലൈൻസിൽ കോപ്പറിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ്ങും മോയ്സ്ചർ കണ്ടൻറ്റും കൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും ഇതിൽ ഒരു റിയാക്ഷൻ നടക്കും. ആ റിയാക്ഷൻ കാരണം അതിൻ്റെ അകത്ത് പായൽ പോലത്തെ കുറച്ച് സാധനങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് വേഗം ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ, അതിപ്പോൾ നിങ്ങളുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവോയറിൽ ഇങ്ങനെ വരുവാണെങ്കിൽ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യുക. അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ABSൻ്റെ പമ്പിൻ്റെ അകത്തും ABS മോഡ്യൂളിൻ്റെ അകത്തും പോവും. പിന്നെ നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസിനെ ബാധിക്കും കേട്ടോ. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനാണ് ഞാൻ നേരെ നമ്മുടെ മോട്ടോ ഫാബിലേക്കാട്ടോ ഇന്ന് പോകണം. നമ്മുടെ അനസിക്ക അടുത്താണ്. അധികം സമയം എടുക്കില്ല, പെട്ടെന്ന് കഴിയും. നമ്മൾ അനസിക്ക അടുത്ത് പോകണം. ചേച്ചി പ്ലീസ് ജീവിച്ച് നോക്കോട്ടെ. അപ്പോൾ നമ്മൾ നേരെ പോണത് അനസിക്ക അടുത്താണ്. ഇത് മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതൽ കയറുമ്പോഴാണ് ഈ ഒരു റിയാക്ഷൻ സംഭവിക്കുന്നത്. എന്തുകൊണ്ട് മോയ്സ്ചർ കയറണമെന്ന് വെച്ചാൽ അത് ഉണ്ടാവും, സ്വാഭാവികമാണ്. നമ്മളെപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ റിസർവോയറിൻ്റെ അകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇത് വന്നാൽ നിങ്ങൾ അപ്പം തന്നെ മാക്സിമം തന്നെ ക്ലീൻ ചെയ്ത് മാറ്റാടോ. അധികം നാൾ വെച്ചോണ്ടിരിക്കാണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ കണ്ടേ ഉള്ളൂ, അപ്പോൾ തന്നെ ഞാൻ മാറ്റിക്കളയാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ റൈഡ് വീഡിയോസ് എല്ലാം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണും കേട്ടോ, ഓരോ ദിവസത്തെ. അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു 4-5 വീഡിയോസിൻ്റെ മേളിലുണ്ട്. ബാക്കിയുള്ള വീഡിയോസിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഞാൻ ഇടാം. പിന്നെ ഞാനൊരു സെപ്പറേറ്റ് ഒരു ടാബ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ റൈഡിൻ്റെ. അപ്പോൾ അതിൻ്റെ അകത്തായാലും നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഒന്നിച്ച് കാണാനും പറ്റും കേട്ടോ. അതിൻ്റെ യൂട്യൂബിൻ്റെ ഹോം പേജിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ പോകാം നമ്മുടെ അനസിക്കടുത്ത്. സമയം ഏകദേശം 5 മണി ആവുന്നു. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറിൽ തീരേണ്ടതാണ്, ഫ്രണ്ടും ബാക്കും കൂടെ. വലിയ തലവേദന ഉണ്ടാവില്ല. അനസിക്ക ഫ്രീ ആണെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അനസിക്കയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാറുണ്ട്. യെസ്, അനസിക്ക ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഫോണൊക്കെ വിളിച്ചിട്ടുണ്ട് അനസിക്ക. ഇവിടെ ഇപ്പോൾ ഉള്ള വണ്ടികൾ ഇത് നമ്മുടെ ഫാറ്റ് ബോയ്, വേറൊരു ഫാറ്റ് ബോയ് 883 ആണെന്ന് തോന്നുന്നു. അല്ല 48, നമ്പർ 48 ആണ്. അവിടെയും വേറെ 48. കൊള്ളാം. അപ്പം നമുക്ക് പണി തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മളിതേ നമ്മുടെ അനസിക്കയുടെ വർക്ക്ഷോപ്പിൽ വന്നു. അനസിക്ക എൻ്റെ ബൈക്ക് കണ്ടിട്ടില്ല കേട്ടോ. അനസിക്ക ഇവിടെ ഉണ്ടായില്ല, പരിപാടിക്കും വന്നില്ല. അനസിക്ക, ഹൗ ഇസ് ദ ബൈക്ക്? അനസിക്ക ഇവിടെ ഈ ഹാർലി 300 കിലോ ഉള്ള ഹാർലിയൊക്കെ പൊക്കിക്കൊണ്ട് വന്നത് ഇതിൽ കയറി ഇന്നപ്പോഴല്ല. അനസിക്ക് ഒട്ടും വെയിറ്റ് വന്നില്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തന്നെ വന്നേ. ശരിയാണ്, വണ്ടി ആകെ 165-169 കിലോ ഉള്ളു വണ്ടി. ലൈറ്റ് ആണ്. എങ്ങനെയുണ്ട്? ഓടിച്ചിട്ടൊക്കെ വരൂ. അനസിക്ക് ഒരു ടെസ്റ്റ് ആയി. നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ സാധനം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതാണ് സാധനം. ഇത് കണ്ടോ, ഈ അടിയിൽ കിടക്കണ കണ്ടോ, അതാണ് നമ്മുടെ ആ ഒരു റിയാക്ട് ചെയ്ത് വരുന്ന ആ ഒരു ആഫ്റ്റർ സാധനം. അത് നമുക്ക് മോയ്സ്ചർ കണ്ടന്റ് ആണല്ലേ. മോയ്സ്ചർ കണ്ടന്റ് അവിടെ ഇങ്ങനെ കെട്ടി കിടപ്പുണ്ട്. ഇത് വെള്ളത്തിന്റെ അംശം കാരണം തന്നെ എല്ലാ വണ്ടികൾക്കും ഇങ്ങനെ തന്നെയാണ്. എല്ലാ ബൈക്കും, ഈ വണ്ടി ശരിക്കും നമ്മൾ ഇത് ഇങ്ങനെ എവറി 6 മന്ത്സിൽ മാറാൻ പറ്റുവാണെങ്കിൽ എവറി 6 മന്ത്സോ 6 മന്ത്സിൽ എന്തായാലും മാറണം. നമ്മളിപ്പോ ഇതിപ്പോ ട്രാൻസ്പെറന്റ് അല്ലേ, നമ്മുടെ ബാക്കി വണ്ടികളിൽ ഇത് ട്രാൻസ്പെറന്റ് അല്ലല്ലോ. അപ്പൊ ഇതൊക്കെ എങ്ങനെ മനസ്സിലാവും? അത് ഓപ്പൺ ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ അതിന്റെ അലൂമിനിയം ഇതായിട്ട് കെമിക്കൽ റിയാക്ഷൻ വന്നിട്ട് അലൂമിനിയത്തിലൊക്കെ കുഴി പോലെ ഇതൊക്കെ വരാറുണ്ട്. ഈ കൂടി വന്ന് കിടന്നിട്ട്. അപ്പൊ ഇത് എല്ലാ വണ്ടിക്കും ഉണ്ട്, നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറയണം 6 മാസം കൂടുമ്പോ. 100cc ബൈക്ക് ആണെങ്കിലും എല്ലാത്തിലും ഉണ്ടാവും. ബ്രേക്ക് ഫ്ലൂയിഡ് തന്നെ എല്ലാത്തിലും സാധനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോ. എല്ലാവരും ഒരു 6 മന്ത്സ് കൂടുമ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റാത്തതിലും നിങ്ങൾ മാക്സിമം ഒന്ന് ഊരി ഓപ്പൺ ചെയ്ത് നോക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ബ്രേക്കിംഗ് എഫിഷ്യൻസിയിൽ ഒരു കുറവൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് മാറിയേക്കാം. നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ മൂടി ഇട്ടേക്കാൻ എന്താണെന്ന് വെച്ചാൽ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് എങ്ങനെ ഈ പെയിൻറ്റിലേക്ക് വീണ പെയിൻറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനവും. കമ്പനി പെയിന്റ് അത്ര പ്രശ്നം വരുന്നില്ലെങ്കിലും നല്ലതല്ല പെയിന്റ്. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിന്റെ അവസ്ഥ. ആ അടി കിടക്കണാണല്ലേ ആ പറഞ്ഞ സാധനം. ശരിക്കും ഒരു പായല് പോലത്തെ സാധനം അല്ലേ? അങ്ങനത്തെ ഉള്ളതെല്ലാം നമ്മൾ ഒപ്പി എടുക്കുകയാണ് ഈ കാണുന്നത്.
അപ്പോൾ അനസിക്ക നമ്മുടെ റിസർവോയർ ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സാധനമൊക്കെ എടുത്ത് കളഞ്ഞ് ഇതാണ് നമ്മുടെ പമ്പിലേക്ക് പോണ ആ ഒരു ഗ്യാപ്പ്. അപ്പോൾ ഉണ്ട് ക്ലീനായി സംഭവം, നമ്മുടെ ക്ലീൻ ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ക്ലീനായി. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ബ്ലീഡ് ചെയ്യും കേട്ടോ, ബ്രേക്ക് ബ്ലീഡിങ് എന്ന് പറയും. ഇതാണ് നമ്മുടെ നിപ്പിൾ എന്ന് പറയും ഈ സാധനം. ഉണ്ട് കാണിച്ചു തരാം. യെസ്, ഇത് ഇതിലേക്ക് നമ്മൾ ഒരു ഓസ് വെച്ചിട്ട് നമ്മൾ പമ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള പഴയ ഫ്ലൂയിഡ് പുറത്തേക്ക് ഇറക്കിയിട്ട് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കും. അതാണ് ഇനിയിപ്പോൾ ബേസിക്കലി ചെയ്യാൻ പോണേ. ഫ്രഷ് അതെ, ആ മഞ്ഞ കളറ് മാറി ഒരുമാതിരി വൃത്തിയായിട്ട കളറായിരുന്നു. കണ്ടുകൊണ്ട് പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് ഞാനിപ്പോൾ ഒഴിച്ചേക്കണത് നമ്മുടെ ലിക്വിഡ് .5.1 ബ്രേക്ക് ഫ്ലൂയിഡ് ആട്ടോ ഒഴിച്ചേക്കണേ. ബ്രേക്ക് സിലിണ്ടർ റേഡിയൽ ആയതുകൊണ്ട് ബബിൾസ് ഉണ്ട്. റേഡിയൽ ആയതുകൊണ്ട് നമ്മുടെ റേഡിയൽ മാസ്റ്റർ സിലിണ്ടറിലും ഒരു നിപ്പിൾ ഉണ്ടാവും കേട്ടോ നമുക്ക് ബ്ലീഡ് ചെയ്യാൻ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബബിൾസ് ആട്ടോ ഇത് നമുക്ക് കാണാണ്ടാവണം അവിടെ മൂവ് ചെയ്യണേ. ഇത് ആ വിരലിൻ്റെ അവിടെ കണ്ടോ എയർ ബബിൾസ്. ഇത് ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്കിംഗ് എഫിഷ്യൻസി ഭയങ്കരമായിട്ട് കുറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ മേളത്തെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ട് 2 ഡിസ്കുകളുണ്ട്, 2 കാലിപ്പർ ഉണ്ട്. അപ്പോൾ 2 കാലിപ്പറിൻ്റെ ലൈനിലും നമ്മൾ ചെയ്യണം. ഇപ്പോൾ ലിക്വിഡ് തീരാണ്ട് നോക്കണം. ഇവിടെ ലിക്വിഡ് തീർന്നാൽ പിന്നെ നല്ല രീതിയിൽ എയർ കയറും. അപ്പോൾ പിന്നെ മൊത്തം ഒന്നുകൂടി ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ബ്ലീഡിങ് കഴിഞ്ഞു കേട്ടോ. ബ്ലീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ബാക്കി തുള്ളിയൊക്കെ ഉണ്ടാവും. അത് നമ്മളിത് ബ്രേക്ക് ക്ലീനർ അടിച്ച് ക്ലീൻ ചെയ്യണം. എന്ത് ചെയ്താലും നമ്മളവിടെ വെക്കരുത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് കിടക്കണ ഭാഗങ്ങളെല്ലാം നമ്മൾ അല്ലെങ്കിൽ വീണ ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം കേട്ടോ. ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവോയറിൻ്റെ പ്രഷർ മെയിൻ ചെയ്യുന്നത്, അത് ഫ്ലൂയിഡ് താഴത്തേക്ക് പോകുമ്പോൾ ഈ ഒരു റബ്ബർ പീസാണ് ആ കാണുന്നത്, അത് മേളിൽ നിന്ന് തള്ളി താഴത്തേക്ക് പോകും. അത് ഫില്ലായിട്ട് ഇരിക്കും അതിനകത്ത്. അപ്പോൾ എം ടി സ്പേസ് വരില്ല. അപ്പോൾ എയർ ഉണ്ടാവില്ല. ഈ നമ്മൾ ജെർക്കിൽ ബബിൾ ക്രിയേറ്റ് ആവാതിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ മാറി. കളർ കണ്ടോ? ഇതാണ് കളർ കണ്ട, തിളങ്ങിയിരിക്കണ. നേരത്തെ എന്ത് വൃത്തികെട്ട കളറായിരുന്നു, ഇപ്പോൾ എന്ത് നല്ല കളറായി. നമ്മളിപ്പോൾ വണ്ടി എന്തായാലും സീറ്റ് മാറ്റിയ സ്ഥിതിക്ക് നമ്മൾ എയർ ഫിൽറ്ററും കൂടെ ഒന്ന് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയേക്കാം. ഭയങ്കര ക്ലീൻ ആട്ടോ ഇവിടെ. ഇത് ഉണ്ടോ ആ സീറ്റ് ഊരിയപ്പോൾ ഒരു പക്ക ഒരു ഫുള്ളി ഫിനിഷ്ഡ് ബോക്സ് പോലെ തന്നെ ഇവിടെ ഇരിക്കണേ. ബാറ്ററിക്ക് ഒരു ഏരിയ, അതിൻ്റെ ഫ്യൂസും കാര്യങ്ങളും. ഇവിടെയാണ് എയർ ഫിൽറ്റർ തന്നെ, എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു ബോക്സ്. പുതിയതാണോ അത്? കണ്ടിട്ട് പുതിയതുപോലെ ഉണ്ട്. എയർ ഫിൽറ്റർ ക്ലീനാണ്, കൊള്ളാം. അപ്പോൾ സർവീസൊക്കെ പക്ക ആയിരുന്നു കേട്ടോ KTMൻ്റെ. സന്തോഷമായി. മനസ്സിലൊക്കെ പറയണത് നമ്മൾ മാറുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് മാറണതാണ് നല്ലത്. കണ്ട അടിയിൽ ആണ്ടുണ്ട്. യെസ്. അപ്പോൾ ബാക്കിലും ആ സംഭവം ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന അഴുക്ക്. കണ്ട ആഫ്റ്റർ 2 years ആണെന്ന് തോന്നുന്നു ഇത് ബ്ലീഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് ചെയ്തപ്പോൾ ബാക്ക് ചെയ്യാൻ തോന്നിയതും നന്നായി. ബാക്കും കൂടെ നമുക്ക് ക്ലീൻ ചെയ്ത് ഇട്ടുക. ബാക്ക് കാലിപ്പറിൻ്റെ ബ്ലീഡിങ് നിപ്പിൾ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ അവിടെ നനസിക്കുക പുതിയ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴിച്ചിട്ട് നമ്മുടെ ബാക്ക് ബ്രേക്ക് പമ്പ് ചെയ്യും. പെടാതെ നോക്കുക. ഇപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് തീരാണ്ട് നോക്കണം അല്ലേ? ഫ്ലൂയിഡ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എയർ കയറും. പിന്നെ അത് കംപ്ലീറ്റ് എടുത്ത് കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. ABSന്റെ മൊഡ്യൂളിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശരിക്കും സ്പെഷ്യൽ ടൂൾ ഉണ്ട്. അതായത് സിസ്റ്റം കണക്ട് ചെയ്തിട്ട് നമ്മൾ ABSനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് ആ എയർ കളയേണ്ടത്. ഓക്കെ. അപ്പോൾ അതല്ല, അത് ABSന്റെ മോട്ടറും കൂടി വർക്ക് ചെയ്യണം ബ്ലീഡ് ചെയ്യാൻ. എന്നാലേ ABSന്റെ അകത്തുനിന്ന് ആ മൊഡ്യൂളിൻ്റെ അകത്ത് എയർ പോകും. ഇൻ കേസ് എയർ ബബിൾ എന്തെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ കിടക്കും. അപ്പോൾ ഫുൾ ഫീൽ കിട്ടില്ല. ഓക്കെ. പഴയ ഫ്ലൂയിഡ് മൊത്തത്തിൽ നമ്മളെടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ മൊത്തം ഫ്ലൂയിഡ് നമ്മൾ കയറ്റിയിട്ട് ഫ്രണ്ടും ബാക്കും. അപ്പോൾ പരിപാടി അങ്ങ് തീർത്ത്. ഇതാണ് അഴുക്ക് പിടിച്ച ബ്രേക്ക് ഫ്ലൂയിഡ്. അപ്പോൾ യെസ്, അങ്ങനെ നമ്മുടെ ബ്രേക്ക് ക്ലീനിങ് ആൻഡ് ജനറൽ സർവീസ് ബൈ അനസിക്ക ഫോർ 790 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സംഭവം ഉഷാറായി. അനസിക്ക ഇപ്പോൾ ക്ലീൻ ചെയ്ത് മൊത്തം സെറ്റ് ചെയ്യും. ബ്രേക്ക് ക്ലീനർ വെച്ച് ക്ലീൻ ചെയ്ത് എയറൊക്കെ അടിച്ച് ആ ഫുൾ ബ്രേക്ക് ക്ലീനർ എന്തായാലും നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് കളയണോ, അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റിന് പ്രശ്നമാണ്. നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ അനസിക്ക വണ്ടി ഓടിച്ചു നോക്കാൻ പോയാണ്. അനസിക്കയ്ക്ക് എൻ്റെ പരിപാടിക്കും വരാൻ പറ്റിയില്ല. എത്തി ഓടിച്ച് അനസിക്ക എത്തിയിട്ടുണ്ട്. അനസിക്കയുടെ മുഖം ഒന്ന് അനസിക്ക ഷോർട്ട് ടെസ്റ്റ് ഡ്രൈവിന് പോയതാണ് കേട്ടോ. വളരെ ഷോർട്ടായിട്ടുള്ള ടെസ്റ്റ് ജിമ്മ ഓടിച്ചു നോക്കാൻ പോയതാണ്. ജസ്റ്റ് കുറച്ച് ദൂരം ഈ അകത്ത് തന്നെ. അപ്പോൾ
വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു കൂളൻ്റ് കുറവുണ്ടെന്നാണ് അനസിക്ക പറയണത്. മിനിമത്തിൻ്റെ തൊട്ട് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യണം. ആ ഫുൾ ഫ്ലഷ് ചെയ്ത് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാം. ഇതിനകത്ത് ഏത് കൂളൻ്റാണ് മിക്സ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂളൻ്റ് ഫ്ലഷ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അതുകൊണ്ട് നമുക്ക് നോക്കാം. അതൊന്ന് നമുക്ക് തപ്പിയെടുക്കണം കേട്ടോ, നല്ലൊരു കൂളൻ്റ് ഏതാണ്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇനി നേരെ വീട്ടിലേക്ക് പോട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മൾ മോട്ടോ ഫാബിൽ നിന്ന് പോവുകയായി. ടാറ്റ അനസിക്ക. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ വണ്ടി നമ്മളൊരു ജനറൽ ചെക്കപ്പ് ചെയ്ത് സെറ്റായി. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കാര്യം ചെക്ക് ചെയ്യുക എല്ലാവരും. ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് അല്ലാത്തവരായാലും എല്ലാ 6 മാസം അല്ലെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ബ്രേക്ക് എന്തെങ്കിലും കുറവായിട്ട് തോന്നുവാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. അതിലിങ്ങനെ എന്തെങ്കിലും അഴുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നമ്മളിപ്പോൾ കണ്ട പോലത്തെ എന്തെങ്കിലും സാധനം റിയാക്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ആ ഒരു സ്ലൈമി മെറ്റീരിയൽ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും. നമ്മുടെ ബ്രേക്കിംഗ് പെർഫോമൻസിൽ നല്ലൊരു വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ വണ്ടിയിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ട്. അത് തന്നെ ഞാനിപ്പോഴും ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു ഇൻഫർമേഷൻ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും. കാരണം ഞാനൊക്കെ വണ്ടി ഓടിച്ച് തുടങ്ങിയപ്പോൾ ഒന്നും ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല, ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഒരു സ്ലൈമി മെറ്റീരിയൽ ഫോം ചെയ്യാൻ ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാട്ടോ എന്തായാലും. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. എപ്പോഴും എന്നെ പേടിപ്പിക്കും കേട്ടോ, അതാണ് നമ്മുടെ വേടൻ. രണ്ട് ഓല മടൽ കയറ്റിക്കൊണ്ട് പോകുന്നു. തള്ളു നിർത്തി പമ്പ് ചെയ്യാൻ. അനസിക്ക വരെ എന്നെ ആട്ടിത്തുടങ്ങി. എന്ത് ചെയ്യാനാ?